കവാടം പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ ദൈവാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ഈ മരമായ മുറിവേറ്റ് മെഡിക്കൽ കോളേജിലെത്തി ഇവിടെ എൻ്റെ ചലനശേഷിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മരിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്കൊരു ദർശനമുണ്ടാവുകയാണ്. ഞാനിങ്ങനെ ഉയർന്ന് അങ്ങനെ പോവുകയായിരുന്നു. വെറുതെ പോവുകയില്ലായിരുന്നു, എന്നെ ഏതോ ഒരു ശക്തി കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കേടുവന്ന വണ്ടീനെ മറ്റു വണ്ടികൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ. അന്നതെന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു അച്ഛൻ്റെ, ഒരു വൈദികൻ്റെ അനുഭവസാക്ഷ്യം ഞാൻ വായിക്കുകയുണ്ട്. അതിൽ നിന്ന് എനിക്കത് മനസ്സിലായി. എന്നെ കൊണ്ടുപോയതൊരു ദൂതനായിരുന്നു, ഒരു ദൂതൻ. ഈ ദൂതൻ നമുക്കെല്ലാവർക്കുമുണ്ട്. അതാണല്ലോ യേശു പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവനെയും നിങ്ങൾ ദുഷിച്ചു പറയരുത്, കാരണം അവൻ്റെ ദൂതൻ തൻ്റെ ദൈവത്തിൻ്റെ തിരുമുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടാണിരിക്കുന്നത്. അന്ന് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നെ ഏതൊരു ശക്തി കൊണ്ടുപോകുകയാണെന്നറിയാം. അപ്പം അങ്ങനെ ചെന്ന് ഏതോ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ നിന്നു. അപ്പം എൻ്റെ പേര് അവർ വിളിക്കുന്നതായി ഞാൻ കേൾക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ബോധമുണ്ട്, ചലനമില്ല. എൻ്റെ പേരാണല്ലോ വിളിച്ചത് എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ പേരും കൂടി രണ്ടാമത് വിളിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്നെ തന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആൾ, അതായത് 3-ൽ കൂടുതൽ ആളുണ്ട്. 3 പേരുടെ സ്വരം ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. 3-ൽ കൂടുതൽ ആളുണ്ട്. അവരവിടെ ഇരുന്ന് എന്നെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. നല്ല അഭിപ്രായമാണ് അവരെന്നെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ജനിച്ച കോട്ടയം ജില്ലയിലുള്ള സ്ഥലത്തെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുകയാണ്, ഇവൻ നമ്മുടെ പക്ഷത്തായിരുന്നു, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊരാൾ പറയുന്നതായി ഞാൻ കേട്ടു. അപ്പോൾ ഇത് കേട്ട മറ്റൊരാൾ പറയുകയാണ്, ശരി, ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ന്. ഇത് ഒരു സ്ത്രീയുടെ സ്വരമായിരുന്നു. ശരി, ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരവിടെ ഏതൊക്കെയോ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുകയാണ്. എനിക്ക് സ്വരം മാത്രമേ കേൾക്കത്തുള്ളൂ. ഈ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച ആൾ പറഞ്ഞു, പരോപകാരമുണ്ട്, ദാനധർമ്മവും ഉണ്ട് എന്ന്. എനിക്ക് വ്യക്തമായി കേൾക്കാം. അപ്പോൾ വീണ്ടും എന്താ പറയുന്നറിയാൻ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, ഇതിൻ്റെ മറുഭാഗത്തു നിന്ന് മറ്റൊരു ഗ്രൂപ്പ് എന്നെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അവർ ഞാൻ ഈ ലോകത്ത് ചെയ്തിട്ടുള്ള ഓരോ തിന്മകൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നയാൾക്കിട്ട് ഇന്ന ദ്രോഹം ചെയ്തിരിക്കുന്നു. ഇവർ ഈ കുറ്റം ആരോപിക്കുമ്പോൾ ആ രംഗം ഒരു സിനിമയിൽ കാണുന്ന പോലെ അവിടെ കാണുവാനും തുടങ്ങി. ഞാൻ ചെയ്തിരിക്കുന്ന ആ രംഗം അവിടെ ഞാൻ കാണുകയാണ്. അപ്പോൾ ആ കുറ്റം ചെയ്യുവാനുണ്ടായ കാരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പം ഞാൻ മനസ്സിൽ ഓർമ്മിക്കുന്ന ഈ കാര്യം ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അവിടെ പറയുകയാണ്. അതായത് ഇവരോടൊന്ന് കുറ്റം ആരോപിക്കുന്നു, കുറ്റം ചെയ്യുവാനുണ്ടായ കാരണം ഞാൻ മനസ്സിൽ ഓർമ്മിക്കുന്നു, മനസ്സിൽ ഓർമ്മിക്കുന്ന കാര്യം അവിടെ ഒരാൾ പറയും. അങ്ങനെ ഇവരെൻ്റെ പേരിൽ നിരവധി കുറ്റങ്ങൾ ആരോപിച്ചു. അതുകൊണ്ട് 14 കുറ്റം എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ കുറ്റമെല്ലാം ഞാൻ ചെയ്തതായിരുന്നു. എന്നാൽ അവസാനം ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ഇവരെൻ്റെ മേൽ ആരോപിച്ചു. അങ്ങനെയൊരു സംഭവം ഇല്ലല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. ഈ പറഞ്ഞ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ ആളെ എനിക്കറിയാം, സ്ഥലം എനിക്കറിയാം, പക്ഷേ ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഈ കുറ്റം ഇവർ ആരോപിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവം ഇല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഓർമ്മിച്ചു. അപ്പോൾ അതും അവിടെ പറയുകയുണ്ടായി, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു തർക്കമായി. ആ സംഭവം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു ദൂതനെ അങ്ങോട്ട് അന്വേഷിക്കാൻ വിടുകയാണ്. ഈ ദൂതൻ പോയി സെക്കൻഡ് കൊണ്ട് തിരിച്ചു വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെയൊരു സംഭവം ഇല്ല അമ്മേ എന്ന്. അപ്പോൾ ഒരമ്മയാണ് ഈ ദൂതനെ നിയോഗിച്ചതും ഈ ദൂതൻ വന്ന് റിപ്പോർട്ട് കൊടുത്തതും ഒരമ്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ അത് കഴിഞ്ഞ് ആദ്യമൊരു ഓഫീസ് പോലെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് അവിടെ പിന്നീട് ഒരു കോടതിയായി മാറുകയും ആ കോടതിയിൽ എനിക്ക് വേണ്ടി ഒരു ന്യായവാദം നടക്കുന്നതായി ഞാൻ കേൾക്കുകയാണ്. എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന്, കുറ്റം ആരോപിച്ചവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന് പരസ്പരം വാദിക്കുകയാണ്. ഈ നല്ല അഭിപ്രായം പറഞ്ഞവരെ എനിക്ക് വേണ്ടി വാദിച്ചു. നിങ്ങൾ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് അവൻ ഈ തിന്മകളൊക്കെ ചെയ്തത്, നിങ്ങൾ നുണയും പറഞ്ഞിരിക്കുന്നു. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതാണ്. പക്ഷെ അവസാനം ഇവർക്ക് ഈ നുണ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പം അവൻ്റെ ആ പാരമ്പര്യം അവന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ ഈ ഒരു നുണ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ നുണ പറയേണ്ട ഒരു കാര്യവുമില്ല. ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇവർ പറഞ്ഞു നിങ്ങൾ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് അവൻ ഈ തിന്മകൾ ചെയ്തത്, നുണയും പറഞ്ഞു. ഇതാണ് സത്യം. ഈ പ്രലോഭകൻ അവനാണ് നമ്മളെ കൊണ്ട് ഈ തിന്മകൾ ചെയ്യിക്കുന്നത്. പ്രലോഭനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല ലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും പറയുന്ന ആ പുരാതന സർപ്പം, അവനാണ് ഈ തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് ഇവർ വാദിച്ചു. അത് കഴിഞ്ഞ് ഈ നല്ല അഭിപ്രായം പറഞ്ഞവരെ ഈ കോടതിയിലെ ന്യായാധിപനോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്നൊരു അറിവുമില്ല, അതുകൊണ്ട് രക്ഷിക്കണം എന്നപേക്ഷിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ രണ്ടാമത് ഇവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവരോടൊരു ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത നന്മ പ്രവൃത്തികൾ ഓരോന്നും ഒരു സിനിമയിൽ ടി വിയിൽ കാണുന്ന പോലെ അവിടെ കാണുവാൻ തുടങ്ങി. ആദ്യമായി ഞാൻ കണ്ടത് ഒരിക്കലൊരു മനുഷ്യൻ ഒരു ചുമടുമായിട്ട് വളരെ വിഷമിച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട ചേട്ടാ കുറച്ച് സമയം ഞാൻ എടുക്കാം. അപ്പോൾ ആ ചുമട് വാങ്ങി ഞാൻ ഒരു കുറച്ച് ദൂരം ചുമന്ന് കൊടുത്തിരുന്നു. എത്രയോ വർഷം മുമ്പത്തെ ഒരു സംഭവമാണ്. ഈ ഒരു രംഗമാണ് ഞാൻ ആദ്യം അവിടെ കാണുന്നത്. പിന്നീട് ഈ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ പോയ സമയത്ത് ഈ വഴിയരിയിലിരുന്ന യാചകർക്കൊക്കെ ഓരോ രൂപ കൊടുത്തു പോകുന്ന ആ രംഗമൊക്കെ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഞാൻ കാണുകയാണ്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് പോയതുപോലെ തന്നെ താന്ന് പോരുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അപ്പം അങ്ങനെ അടിയിൽ വന്ന് നിന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ജീവൻ എന്നൊരു സ്വരം കേട്ടു. ഇതാ ജീവൻ. ഈ സ്വരം കേട്ട നിമിഷം ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന എൻ്റെ രണ്ട് കണ്ണിൻ്റെയും ചലനശക്തി തിരിച്ചു കിട്ടി. എനിക്ക് കണ്ണു തുറക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാ ഇതുപോലുള്ള ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് രക്തം തുള്ളി തുള്ളിയായി വീഴുന്നതായിരുന്നു. ഇതിൻ്റെ തൊട്ട് മേലെ ഒരു പ്ലാസ്റ്റിക് കുട്ടിൽ, ചതുരത്തിലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് കുട്ടിൽ രക്തം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുമുണ്ട്. ഈ പ്ലാസ്റ്റിക് കുട്ടിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിൽ രക്തവുമുണ്ട് വെള്ളവുമുണ്ട്. ഒരു കൂട്ടിൽ ചോരയും നീരും രണ്ടായിട്ട് എനിക്ക് കാണാമായിരുന്നു. മേലെയാണ് നീര്, അടിയിലാണ് രക്തം. ഇതിൽ നിന്നാണ് തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്ന് കുലുങ്ങിയാൽ ഒന്നായി പോകും, രക്തം മാത്രമായി പോകും. പിന്നീട് വളരെ നേരം ഇത് നിശ്ചലമായിട്ട് കിടക്കുമ്പോഴാണ് വീണ്ടും രണ്ടായിട്ട് മാറുന്നത്. കാരണം പിന്നീട് അനേക ബോട്ടിൽ രക്തം അങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാണുന്ന സമയത്ത് രണ്ടായിട്ടുണ്ട്, അതിൽ നിന്നാണ് വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം തൊട്ട് എൻ്റെ ദേഹത്തേക്ക് രക്തം കയറുവാൻ തുടങ്ങി. അവൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ രക്തം കയറ്റുവാൻ ശ്രമിച്ചപ്പോൾ നാഡിത്തുടിപ്പ് നിന്ന് രക്തം കയറുന്നില്ലായിരുന്നു. പക്ഷേ ഇതാ ജീവൻ ഈ സ്വരം ശ്രമിച്ച നിമിഷം തൊട്ട് രക്തം കയറുവാൻ തുടങ്ങി. പിന്നീട് അനേക ബോട്ടിൽ രക്തം കേണ്ടി വന്നു. കാരണം മസിലുകളാണ് മുറിഞ്ഞേക്കുന്നത്, തുന്നി കെട്ടാൻ പറ്റില്ല.
അടുത്ത് കിട്ടില്ല, അതുകൊണ്ടിങ്ങനെ മരുന്ന് വെച്ച് കെട്ടിയിരിക്കും, കുറേശ്ശെ ഇതിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ 26-ാമത്തെ ദിവസം, 25 ദിവസവും ഒരു ഗ്യാരണ്ടിയും പറഞ്ഞില്ല. 26-ാമത്തെ ദിവസം ആദ്യം ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പറയുകയാണ്, ഇനി ഭയപ്പെടേണ്ട, ജീവൻ തന്നതിന് ദൈവത്തിന് നന്ദി പറയുക, കാലിന് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയൊന്നും ഇല്ല. പിന്നീട് 18 മാസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ സമയത്തൊന്നും എനിക്ക് പോട്ടാ ഡിവൈൻ ജ്ഞാനമന്ദിരത്തെക്കുറിച്ചോ അവിടെ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചോ അറിയില്ലായിരുന്നു. കരസ്മാരി ധ്യാനത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ എനിക്ക് ഒരു സഹോദരൻ, മെഡിക്കൽ കോളേജിലല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടി, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സഹോദരൻ വചനോത്സവം മാസിക അതിലെ പലർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു വചനോത്സവം മാസിക എൻ്റെ കയ്യിൽ കിട്ടി. ഈ വചനോത്സവം മാസികയിൽ കൂടിയാണ് പോട്ടാ ഡിവൈൻ ജ്ഞാനമന്ദിരത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചുമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പല പ്രാവശ്യത്തെ വചനോത്സവം മാസിക വായിച്ചപ്പോൾ അവിടെ ചെന്ന് ഒരു ധ്യാനം കൂടണമെന്ന് എൻ്റെ മനസ്സിൽ വലിയൊരാഗ്രഹമുണ്ടാവുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് 2 വർഷത്തിന് ശേഷം, ഇത് 95-ലാണ്, 97 ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ അമ്മയും കൂടി വേറെ 2 ആളുടെ സഹായത്താൽ ഒരാഴ്ചത്തെ ധ്യാനം കൂടുവാനായി ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഒരു ബസ് നിറച്ച ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ബസ്സിൻ്റെ പുറകു സീറ്റിൽ കയറ്റി എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പം എൻ്റെ ഈ വലത് കാല് 7ാമത്തെ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഇടത് കൈക്ക് ചലനം ഇല്ല, മുറിവൊക്കെ ഉണങ്ങി, പക്ഷേ കഴുത്ത് തിരിയില്ല, കൈക്ക് ചലനം വന്നിട്ടില്ല, കൈമുതില്ല. ഡോക്ടർ പറഞ്ഞു ഒരു 10% കൈക്ക് ചലനശക്തി കിട്ടണം എന്നാണ്. അപ്പം അങ്ങനെ 7ാമത്തെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന വലതുകാലും ചലനമില്ലാതെ കിടക്കുന്ന ഇടത് കൈയുമായി 2 ക്രച്ചസ് വടിയുമായിട്ടാണ് എന്നെ ധ്യാനത്തിന് കൊണ്ടു ചെല്ലുന്നത്. ഞാൻ അവിടെ രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് ധ്യാനം കൂടുകയാണ്. ആ ധ്യാനത്തിൻ്റെ മധ്യേ വ്യാഴാഴ്ച രാത്രി ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഓരോ സംഭവങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. അച്ഛൻ ആദ്യം പറഞ്ഞത്, വയനാട്ടിൽ നിന്ന് ചക്കയിട്ടപ്പോൾ നട്ടെല്ലിന് ക്ഷതം പറ്റിയിരിക്കുന്ന മീനാക്ഷിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. 2ാമത് അച്ഛൻ പറയുകയാണ്, വനം കൊള്ളക്കാരുടെ അക്രമത്തിൽ നിരവധി വെട്ടുകൾ കൊണ്ടുവന്നിരിക്കുന്ന മോഹനെ കർത്താവ് തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വെട്ടുകൾ എന്നുള്ള ഇട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഡും ഒരു നടുക്കം ഉണ്ടാക്കി. ആ നടുക്കത്തോടുകൂടി ചലനമില്ലാതെ കടന്നിരുന്നതിൻ്റെ ഇടത് കൈ പെട്ടെന്നൊന്ന് ചലിച്ചു, പിന്നെ ചലിക്കുന്നില്ല. അപ്പം എനിക്കൊരു സംശയം, എനിക്ക് തോന്നിയതാണോ? കാരണം 5 ദിവസത്തെ ധ്യാനം കേട്ട് തലയൊക്കെ മരച്ച പോലെയാണ്. എന്നാൽ വ്യാഴാഴ്ച രാത്രി ഞാൻ കടന്നുറങ്ങി. വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഇടത് കൈ പൂർണ്ണമായി ശക്തി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആദ്യത്തെ അനുഭവമാണത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വചനം എടുത്ത് നോക്കിയാൽ മതി, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. ഈ വചനം വായിച്ചപ്പോൾ സംഭവം ഓർമ്മ വരികയാണ്. 12 വർഷത്തിന് മുൻപാണ് ഞാൻ ഡിവൈൻ ജ്ഞാനമന്ദിരത്തിൻ്റെ 99 മുതൽ ഞാനവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. ഡിവൈൻ ജ്ഞാനമന്ദിരത്തിൻ്റെ ഊട്ടുശാലയ്ക്ക് മുമ്പ് ഞാൻ നിൽക്കുകയാണ്. വടിയെ നടക്കുന്ന സമയം 2 ക്രച്ചസ് വടിയിലാണ് അപ്പോൾ നടക്കുന്നത്. അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ആ മനുഷ്യൻ ആഴ്ച ധ്യാനം കൂടിയ ആളാണ്, അപ്പം എൻ്റെ സാക്ഷിയൊക്കെ കേട്ടയാളാണ്. ആളെന്നോട് വന്ന് പറഞ്ഞു, വെറുതെ എൻ്റെ ഒരു മകൻ നാട് വിട്ടുപോയി, 17 വയസ്സിൽ പോയതാണ്, 10 വർഷമായി പോയിട്ട്,
ഇതുവരെ ഒരു എഴുത്തോ ഒരു ഫോണോ വന്നിട്ടില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ, അവന് വേണ്ടിയാണ് ഞാൻ ഈ ആഴ്ച ഇവിടെ ഇരുന്ന് ധ്യാനം കൂടിയത്. എന്താ പറയുക? ഞാൻ പറഞ്ഞു, വെതറെ നിങ്ങളവന് വേണ്ടി ധ്യാനം കൂടിയില്ലേ? അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അവൻ വരും, അല്ലെങ്കിൽ വിളിക്കും. സമാധാനിക്കും, ധൈര്യമായിട്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ഞാൻ താഴെ ഭാഗത്തേക്ക് പോയി. ഈ സഹോദരൻ ദാനഹാളിന് അങ്ങോട്ട് പോയി. ഞാനൊരു 10 മീറ്റർ അങ്ങ് നടന്നില്ല, വടിയല്ല പോകുന്നത്. ചെല്ലുമ്പോൾ പുറകിൽ നിന്നൊരു ബഹളവും കരച്ചിലും കേൾക്കാം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. വേറെ 2-3 പേരെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി ഞാനും വടിയെ കുത്തി ചെല്ലുമ്പോൾ എന്നോട് സംസാരിച്ചിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുമ്പം 10 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അയാളുടെ മകൻ ഇതാ നേരെ മുമ്പിൽ നടന്നു വരുന്നു. അവനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ബഹളമാണ് കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ എസെക്കിയേൽ 34:16 ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ച് കിട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. 10 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ മകനെ ഓർത്ത് വേദനയോടുകൂടി ഇവിടെ ഇരുന്ന് ഈ അപ്പം ധ്യാനിച്ചപ്പോൾ അവനുണ്ടായിരുന്ന സ്ഥലത്ത്, ഊട്ടിയിലായിരുന്നു പറഞ്ഞ്, ഊട്ടിയിലായിരുന്നു അവനെ അവിടുന്ന് കർത്താവ് പൊക്കിക്കൊണ്ടുവന്ന് ഈ അപ്പൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ചലനമില്ലായിരുന്ന കണ്ട് ഇടത് കൈക്ക് വെള്ളിയാഴ്ച രാവിലെ ചലനം കിട്ടി. ഞാൻ ആ ധ്യാനം കഴിഞ്ഞു പോവുകയാണ്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇരട്ടിയിൽ നിന്നൊരു ബസ്സിന് ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുപോകും. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് 7 മണിക്ക് ധ്യാനക്കാരെയും കൊണ്ട് പോകും. ഇവിടുന്ന് വെളുപ്പിന് 5 മണിക്ക് അവിടെ കൊണ്ട് ഇറക്കും. ഈ ധ്യാനക്കാർ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അവിടുന്ന് കയറ്റിക്കൊണ്ടുവരും. 5 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കും. അങ്ങനെയാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞാൽ ഈ നടുക്കത്തോടു കൂടി എൻ്റെ കൈക്ക് ചലനം വന്നു. പിന്നെ ചലിക്കുന്നുമില്ല. തന്നെയല്ല, ഈ നടുക്കത്തോടു കൂടി എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ഓരോ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഇടത് ചെവിയുടെ പുറകിൽ നിന്നായി ഞാനൊരു സ്വരം കൂടി കേൾക്കുകയാണ്. ആ സ്വരം ഇങ്ങനെയായിരുന്നു: നീ സംശയിക്കുന്നയാൾ അവൻ തന്നെ, അവന് മാത്രമേ അതിനുള്ള അധികാരം കിട്ടിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴുത്ത് തിരിയത്തില്ല, കാരണം പുറകിൽ നിന്നാണ് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 18 മാസം മെഡിക്കൽ കോളേജിൽ കടന്നപ്പോൾ പല പ്രാവശ്യവും ഞാൻ ഈ ദർശനത്തിൽ കേട്ട ന്യായവാദത്തെക്കുറിച്ച്, കോടതിയെക്കുറിച്ചൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. കാരണം ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ആ കോടതിയിലിരുന്ന് ന്യായാധിപൻ ആരായിരുന്നു എന്നെനിക്ക് സങ്കല്പിക്കുവാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സംഭവം ഓർക്കുമ്പോഴെല്ലാം ഈ ന്യായാധിപൻ എൻ്റെ മനസ്സിൽ ഒരു പിടികിട്ടാപ്പുള്ളിയായി കിടക്കുകയാണ്. ഞാൻ ഈ വചനോത്സവം മാസിക വായിച്ചു ചെല്ലുമ്പോൾ വിമോചകനായ യേശു എന്നൊരു പടം കണ്ടു. ഞാൻ ഈ പടത്തേലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ദർശനം ഓർമ്മ വന്നു. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. ഞാൻ കേട്ട കോടതിയിലുണ്ടായിരുന്ന ന്യായാധിപൻ യേശുവെങ്ങാനുമായിരുന്നു. ഇങ്ങനെയൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എന്നെ സ്പർശിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന ദൈവം എൻ്റെ ഇടത് ചെവിയുടെ പുറയിൽ പറയുകയായിരുന്നു: നീ സംശയിക്കുന്നവൻ അവൻ തന്നെ, അവന് മാത്രമാണ് അതിനുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകാനായി ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് പോയി.
ബസ്സിൻ്റെ പുറകിലെ വാതിലിന് അതിലേക്ക് കയറി രണ്ടാമത്തെ സീറ്റിൻ്റെ സൈഡിൽ ഞാൻ ഇരിക്കുന്നു. എൻ്റെ അമ്മ ഇപ്പുറത്തിരിക്കുന്നു. ഈ ബസ് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നൊരു സഹോദരിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി. ഇവർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സ്തുതിക്കുകയാണ്. ഇവർ ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ ഇടത് ചെവിയുടെ പുറയിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. ബസ്സിൻ്റെ പുറത്തു നിന്നായിട്ടാണ് കേൾക്കുന്നത്, കാരണം ഞാൻ സൈഡിൽ സീറ്റിലായിരിക്കുന്നത്. ഒരു സ്വരം കേൾക്കുക. ആ സ്വരം ഇങ്ങനെയാണ്: അങ്ങനെ നിൻ്റെ കയ്യിലിരിക്കുന്ന പാട്ടുപുസ്തകത്തിലെ 100-ാമത്തെ പാട്ട് ഒന്ന് നോക്കിക്കുക. എൻ്റെ കയ്യിലൊരു പാട്ടുപുസ്തകമുണ്ട്. ഡിവൈൻ ജ്ഞാനകേന്ദ്രത്തിൽ ഇത് മേടിച്ചതാണ്. 7 മണിക്കൂറോളം ബസ്സിലിരിക്കണം നാട്ടിലെത്താൻ. അപ്പം ആ സമയത്ത് ഈ പാട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ബാഗിൽ നിന്നും ഈ പാട്ടുപുസ്തകം എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടത്, നിൻ്റെ കയ്യിലിരിക്കുന്ന പാട്ടുപുസ്തകത്തിലെ 100-ാമത്തെ പാട്ടൊന്ന് നോക്കിക്ക്. ഞാൻ വേഗം ഈ 100-ാമത്തെ പാട്ടെടുത്തു. ആ പാട്ടിങ്ങനെയാണ്: ഭാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി, നീ എൻ്റെ ഉള്ളം തുറന്ന നേരം. ഇത്രയും വായിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എന്നെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നൊന്ന്. ആ സംഭവങ്ങളെല്ലാം വീണ്ടും ഇങ്ങ് വരികയാണ്. വീണ്ടും വരുന്നത് ഓരോ രംഗങ്ങളായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒരു സിനിമയാക്കി വെച്ചിരിക്കുന്ന വിചിത്രമായ ഒരു സിനിമ ഞാൻ കാണുകയാണ്. ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഉറക്കത്തിലല്ല, ദർശനത്തിലല്ല, കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവത്തിൻ്റെ യഥാർത്ഥ മുഖം ഞാൻ കാണുന്നത് ആ സിനിമയിൽ കൂടിയാണ്. ആ സംഭവം നടക്കുമ്പോൾ എനിക്കതറിയില്ല. 1980-ലാണ് ഞാനൊരിക്കൽ കോഴിക്കോടിനപ്പുറത്ത് കൊയിലാണ്ടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എൻ്റെ അമ്മാവൻ കള്ളുഷാപ്പ് നടത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അവിടെ ചെന്ന് നിൽക്കുകയാണ് അമ്മാവൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ അമ്മായി ഒരു 30 അയല വറുത്തത് ഒരു അലുമിനി ചെരുവത്തിൽ വെച്ച് കടലാസിട്ട് മൂടി കെട്ടി എന്നോട് പറഞ്ഞു, നീ ഒന്ന് ഷാപ്പിൽ കൊണ്ട് കൊടുക്കുക. ഞാനൊരു സൈക്കിളിൻ്റെ പുറകിൽ ഇത് വെച്ച് കെട്ടി ഷാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് വീട്. ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം ഞാനിത് സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് കെട്ടി ഹൈവേയിലേക്ക് ചവിട്ടി കയറുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട്. കാറ് ദൂരെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് കയറാം, കാറുകാരൻ ഇങ്ങോട്ട് ഒടിച്ചോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഈ സെൻറ്ററിലേക്ക് കയറി. കാറുകാരൻ എന്ത് വിചാരിച്ചു, ഞാൻ കാറ് കടന്നിട്ടേ അങ്ങോട്ട് കടക്കുള്ളൂ. അയാൾ നേരെ ഇങ്ങ് വന്നു. എന്തായാലും സെൻറ്ററിലെത്തുകയും ഇടിയും കഴിഞ്ഞു. എൻ്റെ സൈക്കിളിൻ്റെ ഒരു വീൽ അങ്ങോട്ട് പോയി, ഒരു വീൽ ഇങ്ങോട്ട് തെറിച്ച് പോയി. ഞാൻ ഈ കാറിൻ്റെ മുകളിൽ കൂടെ തെറിച്ച് റോട്ടിൽ. അപ്പോൾ തൊട്ട് പിറകെ ഒരു സൂപ്പർ ഫാസ്റ്റ് വാങ്ങി വരുന്നുണ്ടായിരുന്നു. ഈ സൂപ്പർ ഫാസ്റ്റ് വന്നിട്ട് ആന അലറുന്ന പോലെ ബ്രേക്ക് ചവിട്ടി ടയർ റോഡിൽ കാണാൻ ടയർ കത്തിപ്പോയതിൻ്റെ പാട് എൻ്റെ തലയിൽ വന്ന് മുട്ടി അവിടെ നിന്നു. അപ്പം കാക്കകളെല്ലാം കൂടെ പറന്നെടുത്തു. അടുത്ത് വർക്ക് ഷാപ്പുകാരാണ്, അവരെല്ലാം കൂടെ മരച്ചിരുന്ന് പോയി. കാരണം ബസ് എൻ്റെ തലയിൽ കയറി, തലച്ചോരെല്ലാം പൊട്ടിത്തെറിച്ചു. അതാണ് കാക്കകൾ പറന്നെടുക്കുന്നത്. ആക്സിഡൻ്റ് ഉണ്ടാകുന്നിടത്തെ കാക്കകൾ പറന്നെടുക്കണമെങ്കിൽ ശരീരം ചിന്ന ഭിന്നം തെറിക്കണം. പക്ഷേ എൻ്റെ സൈക്കിളിന് പുറകിലിരുന്ന 30 അയല വറുത്തത് പൂ പോലെ തെറിച്ചു. അതാണ് കാക്ക പറന്നെടുത്തത്. പക്ഷേ ഈ ഈ സംഭവം നടക്കുമ്പം അതിൻ്റെ ഗൗരവം എനിക്കറിയില്ല. ഞാൻ ഈ സിനിമയിൽ കൂടി കാണുകയാണ്. ഞാൻ സൈക്കിളുമായിട്ട് റോഡിലേക്ക് കയറുന്നു, കാറ് വരുന്നു, ഇടിക്കുന്നു, തെറിച്ച് റോഡിൽ വീഴുന്നു, തലയടിച്ച്. സൂപ്പർ ഫാസ്റ്റ് പാഞ്ഞു വരുന്നു, തലയെ തട്ടി നിൽക്കുന്നു. ഇത് ഈ സിനിമയിൽ കൂടി ഞാൻ കാണുകയാണ്. അപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇവിടെയെല്ലാം ഞാനാണ് നിന്നെ രക്ഷിച്ചതെന്ന സത്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സംഭവം തന്നെയല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ആ ധ്യാനം കഴിഞ്ഞങ്ങ് പോയപ്പോൾ ഒരു ബൈബിൾ മേടിച്ചിരുന്നു. അപ്പം അതിനു മുമ്പ് ഞാൻ ബൈബിളൊന്നും വായിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ മുറിവേറ്റെടുത്തുനിന്ന് ഉണ്ടായിരുന്ന വീടും സ്ഥലമെല്ലാം വിറ്റു മറ്റൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ എനിക്ക് സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള അനുഭവങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നിധിജീവനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.